ധന്യ, ചൈന അമേരിക്കയ്ക്കെതിരെ പ്രഖ്യാപിച്ച നികുതി വർധനവ് പിൻവലിച്ചെന്ന് കേൾക്കുന്നു. അമേരിക്കയും ചില വിട്ടുവീഴ്ചകൾ ചൈനയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇന്ത്യക്കെതിരെ മാത്രമാണ് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുള്ളത്. എന്താണ് വിവരം? ശരിയാണ്. ചൈനയ്ക്ക് മേലുള്ള തീരുവ കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കുന്ന അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടത്തുന്നത്. തിരിച്ച് ചൈനയും അമേരിക്കയ്ക്ക് ഫേവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുമായി ചർച്ച നടത്താം എന്നിപ്പോൾ ട്രംപ് പറയുന്നുണ്ട്. ഇന്ത്യയുമായി സംസാരിക്കാം. അങ്ങനെ ഇന്ത്യയുടെ കാര്യത്തിൽ കടുംപിടുത്തമൊന്നും ട്രംപ് പിടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല. ട്രംപിന്റെ പ്രധാന പ്രശ്നം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ കൊടുത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂറിൽ നൊബേൽ സമ്മാനം വാങ്ങാനായി ഒരു മനുഷ്യൻ ഓടി നടക്കുന്നുണ്ട്, വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിന് നമ്മളത് കാണാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയ സങ്കടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് മൂന്നാമതൊരാളിനെ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ആ ക്രെഡിറ്റ് അങ്ങനെ തട്ടിയെടുക്കാൻ നോക്കണ്ട, അതുവഴി നൊബേൽ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോകണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുമ്പോൾ ട്രംപിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ 50 ഉള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. ഇന്ത്യ മറ്റ് വിപണി സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. മറ്റ് വിപണികൾ ഇപ്പോൾ അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് കുറച്ചുകൂടി വാല്യൂ കൂടുതലാണ്, കുറച്ചുകൂടി പണം കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നമുക്കത് കുറയുമ്പോൾ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്തെങ്കിലും ഇതുപോലെ അമേരിക്കയിൽ നിന്നൊരു പണി കിട്ടിയാൽ അതിന് ബദൽ സംവിധാനം എന്ത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അത് മുന്നോട്ട് കണ്ടു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളുമായി നമ്മൾ സംസാരിക്കുന്നത്, കരാറുകൾ ഒപ്പുവെക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് ഇന്ത്യ മോദി ട്രംപ് കൂടിക്കാഴ്ചയൊക്കെ രാവിലെ പ്രേംലാലേട്ടൻ പറയുന്നത് കേട്ടു, അത്തരത്തിലൊരു സംഭവമൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്നത് US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന ചുമത്തിയ 24% അധിക തീരുവ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 12 മുതൽ 90 ദിവസത്തേക്കാണ് അധിക തീരുവ ചുമത്തുന്നത് ഒഴിവാക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ചൈന US സാമ്പത്തിക വ്യാപാര ചർച്ചകളിൽ ഉണ്ടായ സമവായം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് കൗൺസിലിന്റെ കസ്റ്റംസ് താരിഫ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതിനാലാണ് ഈ നീക്കം. മാത്രമല്ല ചൈനയ്ക്കുമേൽ അധിക തീരുവ ചുമത്തുന്നത് നീട്ടിവെക്കാനുള്ള ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പിട്ടു. ചൈനയുമായുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ട്രംപിന്റെ നടപടി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ തീരുവ ചുമത്തുന്നത് നീട്ടിവെക്കുന്നതായി ചൈനയുടെ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. നവംബർ 10 വരെ ഉയർന്ന തീരുവകൾ ചുമത്തുന്നത് നിർത്തിവെക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ താൻ ഒപ്പുവെച്ചതായി ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെ ട്രംപും വ്യക്തമാക്കി. അമേരിക്ക ചൈനയുമായി ചർച്ചകൾ തുടരുന്നു. സാമ്പത്തിക ദേശീയ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ചൈന സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നവംബർ ആദ്യവാരം വരെയുള്ള തീരുവ നീട്ടലിലൂടെ ക്രിസ്മസ് കാലത്തേക്കുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ കുറഞ്ഞ തീരുവ നിരക്കിൽ ഇറക്കുമതി ചെയ്യാനുള്ള സമയം ലഭിക്കും. നവംബർ 10 വരെ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് 30%, ചൈനയിലേക്കുള്ള US ഇറക്കുമതിക്ക് 10% ആണ് തീരുവ. അപ്പോൾ നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു, ചൈനയ്ക്കെതിരെ അമേരിക്ക വലിയൊരു വ്യാപാര യുദ്ധമാണ് ആദ്യം പ്രഖ്യാപിച്ചത്. 145% മറ്റുമാണ് നികുതി പ്രഖ്യാപിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ ട്രംപ് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഏതാണ്ട് 31% മറ്റോ ആക്കി കുറച്ചു. അതിൽ നിന്ന് വലിയ, അതായത് അതിൻ്റെ 1/3 അതോ അതിൽ താഴെ പോയി. അപ്പോൾ അതിന് ചില നിരീക്ഷകർ പറഞ്ഞത് ട്രംപിന് ചൈനയോട് അമിതമായ വിധേയത്വമുണ്ട്. അപ്പോൾ ചൈന പറയുന്നത് എന്തും ട്രംപ് അങ്ങ് അനുസരിക്കും. ഇപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാന് കൊടുത്ത ആനുകൂല്യം പോലും ഇന്ത്യക്ക് കൊടുത്തില്ല. ചൈന റഷ്യയിൽ നിന്ന് ഇന്ധനം ധാരാളമായി ഇറക്കുമതി, ഏറ്റവും കൂടുതൽ റഷ്യൻ ഇന്ധനം വാങ്ങുന്ന രാജ്യം ചൈനയാണ്. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇന്ത്യ. അപ്പോൾ അങ്ങനൊരു വസ്തുത നിലനിൽക്കെ ചൈനയ്ക്ക് കൊടുക്കുന്ന ഇളവ് പോലും, ചൈനയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 31%, 29% മറ്റേ ഉള്ളൂ അമേരിക്ക ചുമത്തുന്ന നികുതി. പക്ഷേ ഇന്ത്യക്ക് മാത്രം 50% നികുതി ഏർപ്പെടുത്തുന്നു. ഈ വൈരുദ്ധ്യം എന്തെന്നുള്ള ചോദ്യം അന്നേ വന്നിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഞങ്ങൾ പരസ്പരം കോംപ്ലിമെൻറ്റ്സ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ. അതായത് വാസ്തവം എന്താ വെച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാതെ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അമേരിക്കയിലുള്ള ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അതേപോലുള്ള ഉപകരണങ്ങളടക്കം അതിൻ്റെ കമ്പോണൻസ് ഏറിയ പങ്കും വരുന്നത് ചൈനയിൽ നിന്നാണ്. അമേരിക്ക എന്നല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇപ്പം ചിപ്പുകൾ അതേപോലുള്ള ചെറിയ നൂതനമായ സംഗതികളുടെയൊക്കെ ഒരു ഹബ്ബാണ് ചൈന. അപ്പോൾ ചൈനയെ ആർക്കും അങ്ങ് എഴുതിത്തള്ളാൻ പറ്റില്ല. അപ്പോൾ ചൈനയ്ക്കെതിരെ ഏകപക്ഷീയമായിട്ട് ട്രംപ് അങ്ങ് ഇറങ്ങി തിരിച്ചാലും
ചൈനയെ ആശ്രയിക്കാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ തിരിച്ചടി അമേരിക്കൻ കമ്പനികൾ നേരിടുകയും ചെയ്തു. ഇപ്പോൾ വ്യാപാര യുദ്ധം വന്നപ്പോൾ വലിയ രീതിയിൽ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് എത്താതായി. ഇപ്പോൾ അമേരിക്കയിലുള്ള പല കമ്പനികളും വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ചിലതൊക്കെ ലോക്ക്ഡൗണിൻ്റെ അടുത്ത് വരെയൊക്കെ പോയി. കാരണം ഈ ഉൽപ്പന്നങ്ങൾ കിട്ടാതെ അവർക്ക് വെറുതെ ഇരിക്കുന്ന ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ലല്ലോ, അവിടെ പ്രവൃത്തി നടക്കണ്ടേ. അപ്പോൾ ആ യാഥാർത്ഥ്യം പിന്നീടെങ്കിലും ട്രംപ് മനസ്സിലാക്കി. അതോടുകൂടിയാണ് ഈ വ്യാപാര യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത്. ഇപ്പോൾ കുറച്ചുകൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. കാര്യം ഇത് തന്നെയാണ് ഇന്ത്യക്കും വരാൻ പോകുന്നത്. ഈ 50% നികുതി പ്രഖ്യാപിച്ച് മസിൽ പെരുപ്പിക്കുന്നതല്ലാണ്ട് യാഥാർത്ഥ്യത്തിലോട്ട് കിടക്കുമ്പോൾ ചൈനയ്ക്ക് എങ്ങനെയാണോ കൊടുത്ത പരിഗണന അത് തന്നെ ഇന്ത്യക്കും തരാൻ ട്രംപ് നിർബന്ധിതമാകും. കാരണം അവിടെയുള്ള ഏറിയ പങ്കും ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹമാണ്. അവർക്കുള്ള ഭക്ഷണ വസ്തുക്കൾ ഇപ്പോൾ ധാന്യങ്ങളായാലും ശരി, പയറുവർഗ്ഗങ്ങളായാലും ശരി, പച്ചക്കറി ആയാലും ശരി, അത് ഏറിയ പങ്കും എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അത് അങ്ങോട്ട് എത്താത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ രീതിയിലുള്ള അമർഷവും മറ്റും ഉണ്ടാകും. ട്രംപ് തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിർബന്ധിതമാകും. അപ്പോൾ ചൈനയുമായിട്ട് കാണിക്കുന്ന ഈ ഒരു ധാരണ അത് ഇന്ത്യക്കും ശുഭപ്രതീക്ഷയാണെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ ചൈനയ്ക്ക് നൽകിയ തീരേണ്ടതിന്റെ ഏകദേശം മണിക്കൂറുകൾക്ക് അകത്ത് വെച്ചാണ് ട്രംപ് ഇത്തരം ഒരു തീരുമാനമെടുത്തതും ആ ഇതിൽ ഒപ്പുവെച്ചതും. അതുപോലെ തന്നെ ഇന്ത്യക്ക് 21 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ഈ 21 ദിവസം കൊണ്ട് എന്തായാലും ട്രംപ് താരിഫ് നീട്ടാനൊന്നും പോകുന്നില്ല, കൂട്ടാനും പോകുന്നില്ല, ഇതിൽ ഉറച്ചു നിൽക്കാനും പോകുന്നില്ല. കാരണം അങ്ങനെ നിന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ബന്ധത്തിന് തിരശ്ശീല വീഴും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു നീക്കത്തിന് ട്രംപ് എന്തായാലും തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ ഒരു പക്ക ബിസിനസ്സുകാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ട്രംപിന് അറിയില്ല. ട്രംപ് എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ ട്രംപ് പെരുമാറും. പക്ഷെ അത് അമേരിക്കയ്ക്ക് കൂടി തിരിച്ചടിയാകും എന്നുള്ളതാണ് ട്രംപിന്റെ പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യയെ ചൊടിപ്പിക്കാനാണെങ്കിൽ പോലും പാകിസ്ഥാനിലെ ഒരു ഫീൽഡ് മാർഷലെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അമേരിക്കൻ മണ്ണിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി കിട്ടിയ ഒരു സംഭവം കൂടിയാണ് ഇന്ത്യക്ക്. അസീം മുനീർ പറയുന്നത് നടപ്പിലാക്കില്ല എങ്കിലും അത് നടപ്പിലാക്കാൻ അസീം മുനീറിനോ ഷഹബാസ് ഷെരീഫിനോ ഒരിക്കലും കഴിയില്ല. എങ്കിൽ പോലും മൈ ഫ്രണ്ട് എന്ന് വിളിച്ച ഇന്ത്യയെ, അത്തരത്തിൽ ചേർത്ത് നിർത്തിയ ഇന്ത്യയെ അമേരിക്കയും ഇന്ത്യ അതുപോലെ സുഹൃത്തായി കണ്ടിട്ട് ഒരു ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യത്തിൻ്റെ പിന്നെ സൈന്യാധിപനെ അമേരിക്കൻ മണ്ണിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ തകർത്ത് കളയും എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്നത് എന്നുള്ളത്. അവിടെയാണ് ട്രംപിന്റെ മനോനിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.